ഒരു സാധാരണ ദിവസവും ഒരു ചെറിയ തീരുമാനവും. ജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ആ ദിവസം വൈകുന്നേരം ഒരു സംഭവം നടന്നു. ജിമ്മിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ആ സംഭവം പോകുകയാണോ? ഇനി എന്താണ് സംഭവിച്ചത്? നാമ്പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ ഓഡിയോ ആവിഷ്കാരം 29-ാം ഭാഗം. പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ജിമ്മി പടവിലെ വീട്ടിലേക്ക് ചെന്നു. സിൽവിയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. അസ്വസ്ഥതകളും വേദനകളും ഒന്നുമില്ല എന്ന് അറിഞ്ഞു. അവൾ നല്ല മിടുക്കിയായി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഒഴിവു സമയങ്ങളിൽ മൊബൈൽ ഫോണിൽ പ്രതിലിപി ഡൗൺലോഡ് ചെയ്ത് കഥകൾ വായിച്ചുകൊണ്ടിരിപ്പാണ് ഇപ്പോഴത്തെ പണി. അതുകൊണ്ട് സമയം പോകുന്നത് അവൾ അറിയുന്നേയില്ല. ജിമ്മിയെ കണ്ടതേ കാപ്പിയിടാൻ പോയതാണ് സാറാമ്മച്ചേടത്തി. ചൂടോടെ കൊണ്ടുതന്ന കാപ്പി കുടിച്ചുകൊണ്ട് അല്പസമയം കൂടി അവളോട് സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും അപ്പച്ചൻ ചേട്ടൻ കടയടച്ചു വന്നു. ജിമ്മി അന്ന് പടവിൽ പോയതിൻ്റെ പ്രധാന കാര്യം സ്ഥലം നോക്കിയ വിവരം അപ്പച്ചൻ ചേട്ടനോട് പറയുക എന്നതായിരുന്നു. പിന്നെ സിൽവിയെ കാണാനുള്ള ആഗ്രഹവും ഉണ്ടെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. അതേപോലെ അപ്പച്ചൻ ചേട്ടന് സ്ഥലമൊന്ന് കാണാൻ എന്നാണ് പോകാൻ പറ്റുക എന്ന് ചോദിക്കാനും കൂടിയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ സ്ഥലം കാണാൻ ജിമ്മി പോയായിരുന്നോ? ഇപ്പോൾ സാറെന്ന വിളി ഏതാണ്ട് പൂർണ്ണമായും അപ്പച്ചൻ ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാൻ പോയി കണ്ടു, എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു. പടിഞ്ഞാറൻ ചെരുവുള്ള സ്ഥലമാണ്. 15 സെൻറ്റാണ് ആകെ വിസ്തീർണം. ഒരു വശം തോടാണ്, ഒരു വശം റോഡും. ബാക്കി 2 വശം കൈവശക്കാരുടെ അതിരുകളാണ്. എനിക്കിഷ്ടപ്പെട്ടു. അമ്മച്ചിയും അപ്പച്ചൻ ചേട്ടനും ഒന്ന് കണ്ടിട്ട് അഡ്വാൻസ് കൊടുക്കാം എന്ന് വിചാരിച്ചു. സെൻറ്റിനെത്രയാ വില പറഞ്ഞത്? 1.5 ലക്ഷം. ജിമ്മി പറഞ്ഞതിൻ പ്രകാരം ആ സ്ഥലം നമ്മുടെ മാന്തറയ്ക്കലെ ബെന്നിയുടേതായിരിക്കാനാണ് സാധ്യത. അതേ എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു വീട്ടുപേരാണ് പറഞ്ഞത്. അത് പേര് ബെന്നി എന്നാണ്, അത് തീർച്ച. സ്ഥലം കുറേശ്ശെയായി മുറിച്ചു വിൽക്കുകയാണ് വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് നാളെ വൈകുന്നേരം തന്നെ പോയി നോക്കാം. ഞാൻ വരാം. ബെന്നിയോട് സംസാരിക്കുകയും ചെയ്യാം. അവൻ എൻ്റെ അടുത്ത് അത്രയും വില പറയാൻ ന്യായമില്ല. ചിലപ്പോൾ വിലയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും. ഞങ്ങൾ തമ്മിൽ പഴയ കടപ്പാടുകൾ ഉള്ളതാണ്. ഞാൻ ഓഫീസ് സമയം കഴിഞ്ഞു വന്നാൽ മതിയോ? അപ്പോഴേക്കും കടയിൽ നിന്ന് ഒഴിവാകാൻ കഴിയുമോ? അമ്മച്ചി കൂടെ വരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് രാത്രിയായാലും പ്രശ്നമില്ലായിരുന്നു. ജിമ്മി ഓഫീസ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങ് പോരെ. ഞാൻ അപ്പോഴേക്കും റെഡിയായിട്ടുണ്ടാകും. അമ്മച്ചിയോടും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. വേറെ വണ്ടി വിളിക്കണ്ട, നമ്മുടെ ജീപ്പിൽ തന്നെ പോകാം കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ അധികം വൈകാതെ അങ്ങ് പോയിക്കോളാം. സമയം കുറച്ചായല്ലോ. സിൽവിയോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം അപ്പച്ചൻ ചേട്ടനും അന്നമ്മ ചേട്ടത്തിയും ജിമ്മിയും കൂടി സ്ഥലം നോക്കാൻ പോയി. അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞ മാന്തറയ്ക്കൽ ബെന്നിയുടെ സ്ഥലം തന്നെ ആയിരുന്നു. അവർ തമ്മിൽ മുൻ പരിചയക്കാരാണെന്നേ. പല കച്ചവടങ്ങളിലും ഒരുമിച്ചുണ്ടായിരുന്നവരുമാണ്. ഇപ്പോഴെങ്ങും ഒരുമിച്ച് കച്ചവടം ചെയ്യാറില്ല എന്നേ ഉള്ളൂ. അപ്പച്ചനെ കണ്ടപ്പോൾ ബെന്നിക്ക് വളരെ സന്തോഷമായി. തമ്മിൽ കണ്ടിട്ട് കുറേ നാളായി, പിന്നെ എങ്ങനെ സന്തോഷം വരാതിരിക്കും? നീ ഇങ്ങോട്ടൊന്നും വരാതെയായിട്ട് കുറേ നാളായല്ലോടാ അപ്പച്ചൻ മുതലാളി. പിന്നെ ഇന്ന് എന്നാ പറ്റി ഇങ്ങോട്ട് തല തിരിയാൻ? എന്തെങ്കിലും ലാഭക്കേസ് കാണുമായിരിക്കും. എനിക്ക് നേരം കിട്ടണ്ടേ എൻ്റെ ബെന്നി? പിന്നെ നിനക്ക് വേണമെങ്കിലും അങ്ങോട്ട് വരാലോ. ആരും അവിടെ വേലി കെട്ടി അടച്ചിട്ടൊന്നുമില്ല നീ വരാതിരിക്കാൻ. എന്നതേലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല താനും. നേരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല.
നായയുടെ കാര്യം പറഞ്ഞ പോലെയാണ് നമ്മുടെയും കാര്യം. നിന്റെ കാര്യമെന്ന് പറഞ്ഞാലും മതി. ഏതായാലും സുഖമാണല്ലോ, അതറിഞ്ഞാൽ മതി. നിന്റെ സുഖമന്വേഷിക്കാൻ വന്നതല്ല ഞാൻ, ഈ സ്ഥലം നോക്കാൻ വന്നതാ ഈ കൊച്ചിനു വേണ്ടി. ഈ വില്ലേജ് ഓഫീസറും നീയും തമ്മിൽ എന്നതാടാ ഇടപാട്? ഒന്നുമില്ലെങ്കിൽ നീ ആ കൂടെ വന്ന് സമയം കളയില്ലല്ലോ. നിന്നെ എനിക്കറിയാൻ മേലേ. വെറുതെ ആരേലും രാവിലെ തോട്ടരമ്പിൽ കുത്തിയിരിക്കുമോ? എൻ്റെ ക്വാർട്ടേഴ്സിലാണ് താമസം. അവൻ്റെ കാർന്നൂര് നേരത്തെ മരിച്ചു പോയതാ. വേറെ ബന്ധുക്കളൊന്നുമില്ല. പിന്നെ രക്തബന്ധം മാത്രമല്ലല്ലോ കാര്യം. ബന്ധം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ, നമുക്ക് സ്ഥലം നോക്കാം. സ്ഥലമൊക്കെ വിശദമായി നോക്കിക്കഴിഞ്ഞു. ചേടത്തി പ്രത്യേകം ഒന്നും പറഞ്ഞില്ല. എന്നാലും ഇഷ്ടപ്പെട്ടെന്ന് ജിമ്മിക്ക് മനസ്സിലായി. അപ്പച്ചൻ ചേട്ടൻ ബെന്നിയുടെ അടുത്തെത്തി. എടാ ബെന്നി, നീ എത്രയാണ് ആ സ്ഥലത്തിന് ആ സാറിനോട് പറഞ്ഞത്? 1.5 ലക്ഷമോ? അത്രയ്ക്ക് വലിയ വിലയുണ്ടോടാ ഇപ്പോൾ? നീ ഏതാണ്ട് 1500 രൂപയ്ക്ക് വാങ്ങിച്ചതല്ലേ ഈ സ്ഥലം? അതൊക്കെ നേരാ, ഞാൻ 1500 രൂപയ്ക്ക് വാങ്ങിച്ചതാ. കുറേ വർഷം മുമ്പല്ലേ. ഇന്നതേ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? 1.5 ലക്ഷമാണ് ഇവിടെ നടപ്പുവില. അതിൽ നിന്ന് ഞാൻ കുറവ് ചെയ്യണമെന്നാണോ നീ പറയുന്നത്? നീ പറഞ്ഞാൽ ഞാൻ കുറച്ച് കുറയ്ക്കും. എന്നാൽ കുറച്ചങ്ങ് കുറയ്ക്ക്. നീയും വലിയ നഷ്ടം സഹിക്കണ്ട. അല്ലാതെ കുറവ് ചെയ്യാവുന്നത്ര കുറവ് ചെയ്തു കൊടുക്ക്. എൻ്റെ കണക്കിന് 1 ലക്ഷം മതി. അത് ന്യായമായ വിലയാണ്. നിനക്കും നഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പോരടാ, ഒരു 1.30 വെച്ച് തീർക്കാം. കൂടുതലൊന്നും പറയുന്നില്ല. നിന്നോടായതുകൊണ്ടാണ് ഇത്രയും കുറച്ചത്. വേറെ ആരും അറിയുകയും വേണ്ട. അങ്ങനെ ആ ഏർപ്പാട് തീരുമാനമായി. സെൻറ്റിന് 1,30,000 വെച്ച് 15 സെൻറ്റ് സ്ഥലത്തിന് 1 ലക്ഷം രൂപ ജിമ്മി അഡ്വാൻസ് കൊടുത്തു. സ്ഥലം ആധാരം ചെയ്യാൻ 3 മാസം കാലാവധി കൊടുത്തു. അത് മതി എന്ന് പറഞ്ഞത് ജിമ്മിയുടെ ഇഷ്ടപ്രകാരമാണ്. അത് കഴിഞ്ഞു വന്ന ശനിയാഴ്ച ജിമ്മി അന്നമ്മച്ചേടത്തിയെയും കൂട്ടി നെല്ലിമറ്റത്തിന് പോയി. തൻ്റെ കൂടപ്പിറപ്പിനെ കൂടി വിളിച്ച് അഡ്വാൻസ് കൊടുത്ത സ്ഥലം കാണിക്കണം എന്ന് ചേടത്തിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ജിമ്മിയോട് പറയാൻ പോയിട്ട് ആ കാര്യം സൂചിപ്പിക്കാൻ പോലും അവർക്ക് ഭയമാണ്. ജിമ്മി അവരുടെ വീട്ടിലേക്ക് പോകാൻ പോലും തയ്യാറുമല്ല. നെല്ലിമറ്റത്ത് പോയി അവിടുത്തെ സ്ഥലം വിൽക്കാൻ ഏർപ്പാടാക്കി. അന്ന് തന്നെ തിരിച്ചു പോന്നു. ആ സ്ഥലം വലിയ സൗകര്യമുള്ള ഇടത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന് അന്വേഷണങ്ങൾ വന്നു. അവിടുത്തെ വിലപ്രകാരം ആകെയുള്ള 1 ഏക്കർ സ്ഥലത്തിന് 1 കോടി രൂപയെങ്കിലും കിട്ടും. അത്ര കിട്ടിയാൽ പോലും ജിമ്മി ഇവിടെ കൊടുത്ത വിലയോളം ആകുന്നില്ല. ആ വില കിട്ടിയാലും സെൻറ്റിന് 1 ലക്ഷം വെച്ചല്ലേ ആകൂ. ഇവിടെ കൊടുത്തതോ സെൻറ്റിന് 1,30,000 അതിനു പുറമെ ചെറുതാണെങ്കിലും അതിലൊരു വീടുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ 1 കോടിയിൽ ലേശം കൂടാം. വിൽക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ട് അവർ തിരിച്ചു പോന്നു. അടുത്ത ആഴ്ച തന്നെ നെല്ലിമറ്റത്തിൽ നിന്നും ഒരാൾ അന്വേഷിച്ചു വന്നു. സ്ഥലത്തിന് 1 കോടിയിൽ നിന്നും ഒട്ടും കുറയ്ക്കില്ല എന്നതായിരുന്നു ജിമ്മിയുടെ പിടിവാശി. വന്നയാളും കുറേ പറഞ്ഞൊക്കെ നോക്കി. ജിമ്മി വിട്ടുകൊടുത്തില്ല. തർക്കം കുറേ സമയത്തേക്ക് നിന്നെങ്കിലും അവസാനം 90 ലക്ഷത്തിന് സ്ഥലവും വീടും കച്ചവടമാക്കി. അവരോട് അഡ്വാൻസായി 10 ലക്ഷം രൂപയെങ്കിലും തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആധാരം ചെയ്തു കൊടുക്കാൻ 2 മാസം കാലാവധി മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ജിമ്മി കണക്കുകൂട്ടിയിരുന്നത് 70 ലക്ഷം രൂപയാണ്. 1 കോടി കിട്ടാൻ ഒന്ന് പിടിച്ചു നോക്കിയെന്നേ ഉള്ളൂ. കിട്ടുമെന്ന് കരുതിയതല്ല, എന്നാലും കിട്ടി. 20 ലക്ഷം രൂപ കൂടുതൽ കിട്ടിയത് വെറുതെ കയ്യിൽ വയ്ക്കാൻ ജിമ്മിക്ക് മനസ്സ് വന്നില്ല. അതെടുത്ത് വീട് പണിയാൻ മുടക്കാനും തോന്നുന്നില്ല. തനിക്ക് പാരമ്പര്യമായി കിട്ടിയത് അടുത്ത തലമുറയ്ക്ക് കൂടി അർഹതപ്പെട്ടതല്ലേ.
മാതാപിതാക്കളുടെ അധ്വാനത്തിൻ്റെയും കരുതലിൻ്റെയും ഫലം കയ്യിൽ കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരനുഭവം ജിമ്മിക്കുണ്ടായി. അപ്പൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു നിമിഷം ആശിച്ചുപോയി. ആ തുക കൊണ്ട് ഇപ്പോൾ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ച അവിടെ അതിനടുത്തുള്ള 2 പ്ലോട്ടുകൾ, അതായത് 20 സെൻറ്റ് കൂടെ ബെന്നിച്ചേട്ടനോട് ചോദിച്ചു വാങ്ങി. അപ്പോൾ സ്ഥലം ആകെ 35 സെൻറ്റായി. അത്രയും ഒരുമിച്ചാണ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. ഒറ്റ പ്ലോട്ടായി കിട്ടുകയും ചെയ്തു. സിൽവിയുടെ കാര്യം എങ്ങനെ എന്ന് നോക്കണ്ടേ? വരുന്ന തിങ്കളാഴ്ചയാണ് സിൽവിയുടെ കാലിലെ പ്ലാസ്റ്റർ എടുക്കാൻ കൊണ്ടുപോകേണ്ടത്. അങ്കമാലിയിൽ തന്നെയാണ് പ്ലാസ്റ്റർ എടുക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ തന്നെ അപ്പച്ചൻ ചേട്ടനും കുടുംബവും അങ്കമാലിയിലേക്ക് പോയി. കാലിലെ എല്ലുകൾ ഭംഗിയായി കത്തിക്കൂടി ചേർന്നിരുന്നു. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏതായാലും എല്ലാവർക്കും വളരെ സന്തോഷമായി. തിരിച്ച് പുല്ലരിയിൽ നിന്നും സിൽവി നടന്നാണ് വീട്ടിലെത്തിയത്. കുറച്ച് ദിവസത്തേക്ക് കൂടി നടക്കാൻ ചെറിയ ഒരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ പഴയതുപോലെ ഉന്മേഷവതിയായി മാറി. കോളേജിൽ പോകാനും തുടങ്ങി. നഷ്ടപ്പെട്ട ക്ലാസ്സുകളുടെ നോട്ടും മറ്റു കാര്യങ്ങളും സംഘടിപ്പിക്കുകയായിരുന്നു പിന്നീടുള്ള വലിയ പണി. അതും അവൾ ഒരു തരത്തിൽ തരണം ചെയ്തു. എല്ലാ കാര്യങ്ങളും ഏകദേശം സാധാരണ പോലെയുള്ള ക്രമത്തിൽ നീങ്ങി തുടങ്ങി. ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം സിൽവിയെ കൂടി കൊണ്ടുപോയി സ്ഥലം കാണിക്കണം എന്നുണ്ടായിരുന്നു. ഏതായാലും അത് നടന്നില്ല. അവൾ അധികം ആഗ്രഹം പ്രകടിപ്പിച്ചതുമില്ല. വീട് സംബന്ധമായ കാര്യങ്ങളുമൊക്കെയായി ഓടി നടക്കുകയായിരുന്നു കുറേ ദിവസങ്ങളായി ജിമ്മി. ഓഫീസ് കാര്യങ്ങൾക്ക് മുടക്കം വരുത്താതെ വേണമല്ലോ എല്ലാം. അതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായ ഒരു സംഭവം ഓഫീസിൽ ഉണ്ടായത്. എന്തായിരിക്കാം ഓഫീസിൽ സംഭവിച്ചിട്ടുണ്ടാവുക? അത് ജിമ്മിയെ എങ്ങനെ ബാധിക്കും? ജിമ്മിയുടെ ജീവിതം എങ്ങനെ മാറും? അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് അറിയാം കേട്ടോ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.